ഞങ്ങൾ വീണ്ടും ഊട്ടിയിലെ ഫ്ലവർ ഷോ കാണാൻ വേണ്ടിട്ട് പോട്ടോ. കൂടെ കുഞ്ഞപ്പം ഫാമിലിന്റെ ഓലെടുക്കാൻ വേണ്ടിട്ട് ഓലെ വീട്ടിൽ പോവാണ്. ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി തന്നെ അടിച്ചാളി. ഓക്കെ, നമ്മളെ കുഞ്ഞാപ്പൂന്റെ വീട്ടിലെത്തിട്ടോ. ഓനോടെ തല കണ്ട പുറത്തേക്ക് എടാ ഓയ് ഓനെ തല പുറത്തേക്ക് ഇട്ട് ഉള്ളിക്കണം. മിന്നി ഓൻ 6 മണിക്ക് ഒരുങ്ങിക്കാൻ പറഞ്ഞതാ. ഇപ്പൊ 7 മണിയായി. ഒന്നലെ പറഞ്ഞ എന്താ പറയുക, 4 മണിക്ക് എന്നെ വീട്ടിലൊന്ന് വിളിച്ചോണത്തുന്ന എല്ലാം പൊളിഞ്ഞ്. രാശിയൊക്കെ കൊണ്ട് കേട്ടോ. അവനെ ബൊമ്പം പാട്ട് പാടാന്നൊക്കെ പറയണത്. അങ്ങനെ അവനെ കൂട്ടിയതാണ്. ടൂർ വൈബാക്കാൻ കൊണ്ടുപോകണം. കുറേ നേരം വകിപ്പിച്ചിട്ടോ. സമയം ഇപ്പം 7 മണിയായി. ഇപ്പം 7 മുതൽ കൂടുതലൂരെത്തണം പറഞ്ഞ ആളാണ് ഈ ഇരിക്കണത് തിരിഞ്ഞുണ്ട്. നിങ്ങളേറെ സിനാനാണ്. അങ്ങനെ നമ്മള് വൈക്കടവ് എത്തിയിട്ടോ. വൈക്കടവ് അങ്ങാടിയില് പെട്രോളൊക്കെ ഫില്ല് ചെയ്ത് നമ്മള് ഭക്ഷണം വീട്ടിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. ബാക്കി ഇവിടുന്ന് മേടിക്കാന്നുള്ള പ്ലാനാണ്. നമ്മളെ നാടുകാണി ചുരം കയറുക കേട്ടോ. ഇവിടെ ഒരു കാഴ്ച ഉണ്ട്, കാണാനാണ് വണ്ടി നിർത്തിയത്. നോക്ക്, കോടയാണിത്. അടിപൊളിയല്ലേ? ചായ കുടിക്കാൻ നിർത്തി കേട്ടോ. നാടുകാണി നമ്മളെ സ്ഥിരം സ്പോട്ടില്. ഇവിടുന്ന് ചായ കുടിക്കാതെ ഊട്ടിപ്പോയൊരു വൈബില്ലല്ലോ. അപ്പൂന്റെ ചെറിയ കുട്ടി കേട്ടോ. നമുക്ക് ആദ്യമായിട്ട് ഊട്ടിക്ക് വരണം. ഇപ്പുറ മസിൽ കുടിച്ച് നോക്കുകയാണ്. സോറി, അശുവിന്റെ പാട്ട് കുറച്ച് ഉണ്ടാവും ഗൈസ്. അങ്ങനെ പുലി ഇറങ്ങുന്ന സ്ഥലം എന്ന് കുഞ്ഞാപ്പ് പറഞ്ഞ കേട്ടോ. നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് കേട്ടോ. ഇവിടെ കണ്ടോ, ഒരുപാട് ആൾക്കാർ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ആദ്യം നമ്മളെ താഴത്ത് ആ ഫൈൻ ഫോറസ്റ്റ് ഉണ്ടല്ലോ, അവിടെ ഇതിൻ്റെ ഇടയിൽ 50 രൂപ ഒരു വണ്ടിക്ക് പാർക്കിങ്ങിന് വന്നിരുന്നു കേട്ടോ. അത് പിന്നെ കുറെ ടൂറിസ്റ്റുകളൊക്കെ ഒന്ന് ഇവിടെ അലമ്പായിട്ട് അവരത് ഒഴിവാക്കി. ശരിക്കും ഇവിടെ എങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് പൈസ പറ്റിക്കാന്ന് കരുതി നിൽക്കുകയാണ് ഇവിടെ ആൾക്കാർ. കൊറേ നേരം നിൽക്കല്ലോ കേട്ടോ. നമ്മളെ സ്ഥിരം പോയിന്റ് TR ബസാർ എത്തിട്ടോ. എനിക്ക് ഊട്ടിയിൽ വരുമ്പോ ഇവിടെ ഭയങ്കര വൈബാണ്. പിന്നെ ഇവിടെ ഉണ്ടോ ഈ കടക്ക് ബേക്കിലൊരു നദി തടാകമൊക്കെ ഉണ്ടായിട്ട് ഭയങ്കര രസമാണ് സ്ഥലം. നല്ല കോടയൊക്കെ വന്നിട്ട് നമ്മളിപ്പോ നമ്മളെ കഴിഞ്ഞ ഊട്ടി റൈഡില് ഇവിടുന്ന് നമ്മള് ലാസ്റ്റ് പാക്കപ്പ് ആയത് ഈ ചായക്കട ഉണ്ടോ. ഇവിടുന്ന് വായിക്കര വെള്ളച്ചാട്ടോ. കുഴപ്പമില്ല കാണാന്. നമുക്ക് ടൈമില്ല കൊണ്ട് നമ്മള് പോകണില്ല. വലിയ കുഴപ്പമില്ല. കുറച്ചെണ്ണം പോണം. അല്ലെങ്കിൽ ഒരു ബാറ്ററി വണ്ടികളുണ്ട് 50 രൂപ ഒരാൾക്ക്. അതിന് കൊടുത്ത് അവിടെ കയറാം. അത് കാണാനാണ് ഈ ആൾക്കാർ മുഴുവൻ നിർത്തിയിട്ടുള്ളത് കേട്ടോ. നമ്മളേ അങ്കർഫോർഡ് വഴിയാട്ടോ പോണത്. നമ്മൾ ആദ്യം കിന്നക്കോര പോകാൻ കരുതി. അപ്പൊ അങ്കർഫോർഡ് വഴി കയറി പോകണമെങ്കിൽ നമുക്ക് ഊട്ടി ടൗൺ ടച്ച് ചെയ്യാതെ പോകാൻ പറ്റും. ാണ് കേട്ടോ നമ്മളെ ഹങ്കർഫോർഡ്. ഒരുപാട് റീലിലൊക്കെ കണ്ട സ്ഥലല്ലേ ഇവിടെ. അതാണ് അങ്കർഫോർഡ് എസ്റ്റേറ്റ്. ഇതിനകത്തൊക്കെ കയറാൻ ഒരാൾക്ക് ഇപ്പം 100 രൂപ കൊടുക്കണം കേട്ടോ. അതിനുള്ള മുതലൊന്നും അതില്ല. എസ്റ്റേറ്റ് ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ കിന്നക്കോരയ്ക്ക് പോകുമ്പോൾ ശരിക്കും നിലമ്പൂര്, വൈക്കടവ്, കൂടല്ലൂർ ഭാഗത്തുനിന്ന് വരുന്നവർക്ക് ഈ റൂട്ടിന് വന്നിട്ട് കയറണം നല്ലത്. ഇതിവിടെ നമുക്ക് പെട്ടെന്ന് കയറിപ്പോവും. തണുപ്പാ എല്ലാവരോടും വരാൻ പറയുന്നുണ്ട്. കുഞ്ഞാപ്പൂന്റെ കുട്ടികള്
ആദ്യകാലങ്ങളിൽ ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഇവിടെ നല്ല തേയിലായിരുന്നു. ഇപ്പോൾ തേയിലൊക്കെ വെട്ടി ഇനിയൊരു 2-3 മാസം കഴിഞ്ഞാൽ സെറ്റാവും തോന്നുന്നു. തളർത്ത് വരുന്നുള്ളൂ. ഈ റോഡ് നേരെ പോയാൽ നമുക്ക് ഊട്ടിക്ക് എത്തട്ടോ. കിന്നക്കോര ലൗഡേൽ നമ്മളെ ഊട്ടി കുടിശപ്പേട് സ്കൂളിൻ്റെ അവിടെ നമ്മളെ കർണാടക ഗാർഡനൊക്കെ അല്ലേ, ആ ഏരിയയിലേക്ക് എത്തുന്ന റോഡാട്ടോ അത്. ഇതിവിടെ പോയാൽ നമുക്ക് നമ്മളെ ഊട്ടി തടാകം ഉണ്ടല്ലോ, അതിൻ്റെ വ്യൂ കാണാൻ കാണിച്ചു തരേ. നല്ല രസമുള്ള റോഡാട്ടോ. ഫുള്ള് തേയിലത്തോട്ടാണ്. എന്നാൽ നേരെ ഇവിടെ എത്തട്ടോ. ഊട്ടി ഇന്റർനാഷണൽ സ്കൂളാണിത്. മരണ ബ്ലോക്കാട്ടോ അവിടെ, ഒരു രക്ഷയില്ല. ഈ ബസ് നിർത്തിയിട്ടാണ്. ഇവിടെ താഴത്ത് ആണ് നമ്മളെ കർണാടക ഗാർഡൻ വരുന്നത്, ഈ റോഡ്. ഇവിടെയൊക്കെ ഈ ടീമൊക്കെ അങ്ങോട്ട് പോകണായിരിക്കും. എന്താണ് കേട്ടോ, റോഡ് കുറച്ച് മോശമാണ്, നല്ല കട്ടറാണ്. ഞങ്ങൾ ഷോർട്ട് വന്നതാണ്. സംഗതി നല്ല ദൂരം കുറവാണ്. പക്ഷെ എന്താ വെച്ചാല് എന്താ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാല് നല്ല കട്ടറാണ്. നമ്മള് നേരെ വന്ന് ചാടണ ഈ റൗണ്ട് ബോട്ടിലാട്ടോ. ഇവിടുന്ന് ടേൺ ചെയ്ത് പോണേ. അപ്പുറ ഭവാനി പോണ ഈ റൂട്ടിന് പോകണം കേട്ടോ പോവാന്. ഇവിടുന്ന് തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ മതി നിങ്ങൾക്ക്, സിമ്പിളാ. ഊട്ടി പൂവാണ് കേട്ടോ. ഊട്ടിയില് വാടാമല്ലി പറഞ്ഞ പൂവില്ലേ, അതാണത്. അടിപൊളിയല്ലേ? உங்கள ஷாப்பா? உங்க ஷாப்பா? பிசினஸ் இருக்கா? நல்ல பிசினஸா? படிக்க போகிறதில்ல? லீவா? படிக்க போகிறதுக்கு டைம்ல அங்க யார் இருக்கும்? அப்பாவா? அங்க போயிருக்காங்க, நாங்க மட்டும் தான். இங்க எங்க ഓംലെറ്റാ? ടീ ഓംലെറ്റ് നൂഡിൽസ്. കേരള കസ്റ്റമറാ എല്ലാം? ഇവിടെ ചെക്കന്മാരെ ഓലെന്നെ ഫുഡ് ഉണ്ടാക്കി ഓലെന്നെ കഴിക്കട്ടോ. അമ്മമാര് 3 ആളും ഇവരെന്നെ ഉണ്ടാക്കിട്ട് ഇവരെന്നെ കഴിക്കാണ്. ഓനെ എടുത്ത് കഴിക്കണം. ഇവിടെ എടുത്തന്നെ അതാണ്. കൈ മാറ്ററാ, കൈയിടറാ. ഇവരെ ഷോപ്പാണ് ഇതുണ്ടോ, ചോക്ലേറ്റ്സ്, കോഡ്സ്. അങ്ങ് മറ്റേ മൊബൈൽ തൂമ്പ് ഇതാണ് കണ്ടോ? ഇവിടെ മൊബൈൽ കുക്കർന്ന് കണ്ടോ? കേട്ടോ കണ്ടോ? 2 ഉണ്ടല്ലേ? 2 അതിന്റെ അപ്പുറത്തൊക്കെ ഉണ്ട്. എന്റെ ഫ്രണ്ടിൽ എന്താ ആന ഉണ്ടോ ചേക്ക? നേരെ മേലെ കുക്കിന്റെ മേലക്ക് ഇഷ്ടം പോലെ അവിടെ. അടിപൊളി വീടിയേക്കാറോ. ചോദിച്ചോ എന്നാണ് സ്ഥലം? ഓലോ ഇങ്ങോട്ടേക്ക് കണ്ടോ?
കൂട്ടത്തിൽ 2 കോയിനെ പിടിച്ചോ അല്ലേ? ആച്ചോ വണ്ടി ഇടുക, ആച്ചോ വണ്ടി ഇടുന്നുണ്ടോ? ഒരു മണിക്കൂർ കുറച്ച് ഇരുട്ടായതല്ലേ? ഏറ്റവും നല്ല ഫോണൊക്കെ നോക്കിട്ട് നോക്കി പോടുകയല്ല, ഫോണൊക്കെ നോക്കിയാലാണ് കാണുന്നത്. കാണണ്ടേ ചോറ് വരിക 53 പേരുന്ന മണ്ണാണല്ലോ ഫുള്ള്. ആകെ മഴയായിട്ടോ ഞങ്ങൾ ചോറിനാ നിർത്തിയതോ. റിച്ചൊക്കെ ആകെ നനഞ്ഞ്, ഇബ്രു നനഞ്ഞ്, ഇവിടെ നനഞ്ഞ് ആകെ സെറ്റായി. ഇവിടെ ഭയങ്കര കോടയാണ്. ഭയങ്കര കോട പറഞ്ഞാൽ ഭയങ്കര കോട. അതിന്റെ പുറത്ത് നല്ല ചാറ്റൽ മഴ, അടിപൊളി ക്ലൈമറ്റ് ആയിട്ടോ. അപ്പൊ നമ്മൾ കിന്നക്കോരന്ന് വിടുകയാണ്. ഇനി നേരെ ഊട്ടി ടൗണ് കിട്ടോ. വെള്ളക്കെടുന്നത് ഹോയ് ഹോയ്. ഇങ്ങോട്ട് ബസ് വരുന്നുണ്ട്, ബസ് വരുന്നുണ്ട്.
ആകത്ത് എഞ്ചിന്, ഇത് എഞ്ചിന്, ഈ 2-3 പോകിയിട്ടുള്ളൂ. അതാണ് ഒരു ലുട്ടാപ്പിക്കണുണ്ട്. ആ കണ്ടെനിക്ക് சரி என்ன வேணும் உங்களுக்கு எடுக்கிறதுக்கு கடையில ஏதோ பழங்க பச்சையா மசாலா போட்டுமானா ഇത് ക്യാരറ്റ് എത്ര 3 കെട്ടി 90 140 2 നിമിഷം ചേഞ്ച് കണ്ടിട്ട്